ഒരാളുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് മാരിറ്റൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. എന്തെങ്കിലും ചില എക്സ്പെക്റ്റേഷൻസ് കാരണമായിട്ടോ അല്ലെങ്കിൽ വേറെ പല കാരണങ്ങൾ കൊണ്ടും ഒരാൾ മാരിറ്റൽ റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പം ചിലപ്പം കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. ഒരു മാരിറ്റൽ റിലേഷൻഷിപ്പിൽ കടക്കുന്നതിന് മുമ്പും ഒരു മാരിറ്റൽ റിലേഷൻഷിപ്പിൽ ആയിരിക്കുന്ന സമയത്തും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം. എൻ്റെ പേര് ഹിബ, ഞാൻ ഹെയ്ലൻ ഹാപ്പിനെസ്സിലെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ആണ്. കൂടെ ഉള്ളത് ഹർഷ മാം ആണ്, ഹെയ്ലൻ ഹാപ്പിനെസ്സിലെ തന്നെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ആണ് മാം. മാരേജ് റിലേഷൻഷിപ്പ് എന്നൊക്കെ പറയുമ്പം അതിനൊപ്പം നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെയാണ് പറയാൻ സാധിക്കുക? ഇപ്പം നമുക്ക് സിമ്പിളായിട്ടൊന്ന് മാരേജ് റിലേഷൻഷിപ്പ് നോക്കുകയാണെങ്കിൽ രണ്ട് വ്യക്തികളാണ് അല്ലേ? അതെ. അതുകൊണ്ട് തന്നെ എന്താ, ചെറുപ്പം മുതലേ അവർ വളർന്നു വന്ന രീതി വ്യത്യസ്തമായിരിക്കും. രണ്ട് കൾച്ചർ ആയിരിക്കും, അതുപോലെ തന്നെ രണ്ട് ട്രഡീഷൻ ആയിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ ചില പാരൻസ് സ്ട്രിക്റ്റ് ആയിട്ട് വളർത്തിയവരുണ്ടാവും, അല്ലാണ്ട് വളർത്തിയവരുണ്ടാവും. രണ്ട് വ്യത്യസ്ത വ്യക്തികളായിരിക്കും അവർ. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു റിലേഷൻഷിപ്പിൽ കയറി വരുന്ന സമയത്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെതായ പ്രശ്നങ്ങൾ അവർക്കിടയിൽ നമുക്ക് കാണാൻ പറ്റും. അതായത് ചിലപ്പോൾ അവർക്കിപ്പോൾ സ്നേഹം അവർ കിട്ടണമെന്ന് വിചാരിക്കുന്ന രീതി വേറെ ആയിരിക്കും, അതവർ പ്രകടിപ്പിക്കുന്ന രീതി വേറെ. ചിലർ പറയാറുണ്ട് സ്നേഹമൊക്കെ ഉണ്ട് പക്ഷെ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല, എക്സ്പ്രസ് ചെയ്യാൻ അറിയില്ല എന്നൊക്കെ പറയുന്ന കേൾക്കാം. അതെ, അവരിപ്പോൾ എങ്ങനെ അവർക്ക് പ്രകടിപ്പിക്കേണ്ടതെന്ന് അറിയണ്ടാവില്ല. ഇപ്പോൾ ചിലത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ചില പേരൻസിനെ കണ്ടു പഠിച്ചിട്ട് വളരുന്നവരുണ്ടാവും. ചില കുട്ടികളൊക്കെ പറയുന്ന കേൾക്കാറുണ്ട് എനിക്ക് എൻ്റെ ഉപ്പനെ പോലത്തെ ഒരു ഹസ്ബൻഡിനെ മതിയെന്ന്. പക്ഷെ അതന്നെ ചിലർ പറയാറുണ്ട് എൻ്റെ ഉപ്പനത്തെ പോലത്തെ ഒരു ഹസ്ബൻഡിനെ വേണ്ടെന്നുള്ളത്. അതാണ് അവരുടെ ആ ഒരു ചുറ്റുപാടും അപേക്ഷിച്ചിരിക്കും അവർ ഇതിനൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തെടുക്കുന്ന ഓരോ ഫാക്ടേഴ്സും അവരുടെ ആ ചുറ്റുപാടിനെ റിലേറ്റ് ചെയ്തിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നുണ്ടാവുക. ഇനിയിപ്പോൾ നമുക്ക് റിലേഷൻഷിപ്പിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജൊക്കെ ആണെങ്കിൽ ആ ഒരു സ്റ്റേജാണ് ഇവരുടെ ഒരു നമുക്ക് ഈ അടിത്തറ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഫസ്റ്റ് ഉണ്ടാവുന്ന ഒരു 2-3 വർഷങ്ങളൊക്കെ അല്ലേ? അതെ, ആ ഒരു ടൈമിലായിരിക്കും ഇവർ ഏറ്റവും കൂടുതൽ അടുത്തറിയുന്നുണ്ടാവുക. നമുക്കിപ്പോൾ ഹെയ്ലയിൽ വരുന്ന കേസൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും, സ്റ്റാർട്ടിങ്ങിലൊക്കെ ഈ ടൈമിൽ അവർക്കിടയിലുള്ള പ്രശ്നം പോലെ തന്നെ മറ്റൊരു പ്രശ്നമായിരിക്കും ഇൻലോസിൻ്റെ പ്രശ്നങ്ങളും. അതെ, ഒരുപാട് ആൾക്കാർ പറയാറുണ്ട് ഇപ്പം ഹസ്ബൻഡ് ഓക്കെയാണ് പക്ഷേ ആളുടെ ചുറ്റുപാടുള്ള ആൾക്കാർ ഫാമിലിയിൽ തന്നെ ഇൻലോസ് ആയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫാമിലി മെമ്പേഴ്സൊക്കെ ഒരുപാട് ഇടപെട്ടുകൊണ്ട് അവരുടെ ഫാമിലി ലൈഫ്, അവരുടെ മാരിറ്റൽ റിലേഷൻഷിപ്പും റൊമാൻറ്റിക് റിലേഷൻഷിപ്പും ഒക്കെ തകരാറിലാവുന്നതൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്. അപ്പം മാരേജ് റിലേഷൻഷിപ്പിൽ വ്യക്തികളെ പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് ചുറ്റുമുള്ള ആൾക്കാരും ഫാമിലി കൂടെയുള്ള ആൾക്കാരും ഒക്കെ. അതുപോലെ തന്നെ മറ്റൊരു പോയിന്റ് നോക്കുകയാണെങ്കിൽ ഇവർക്കിടയിലുള്ള കമ്മ്യൂണിക്കേഷൻ. ഈ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നേരത്തെ, ഈ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ചില ആൾക്കാരിലൊക്കെ വരുന്ന ഒരു ചെറിയ പ്രശ്നമാണെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഫസ്റ്റ് നമ്മൾ പെർഫെക്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാം നല്ലപോലെ അങ്ങോട്ട് ചെയ്യും. നമ്മളല്ലാതെ നമ്മൾ എന്താണോ അതിനേക്കാളും കൂടുതൽ നമ്മൾ അവിടെ പ്രസന്റ് ചെയ്യും. അപ്പോൾ അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് നമ്മൾ ആ പ്രസന്റ് ചെയ്ത രീതിയിലായിരിക്കും. അവർ ഉദ്ദേശിക്കുന്നുണ്ടായിരിക്കും ഇതേപോലെ ആണല്ലോ ഞാൻ, ഇത്രയും നമ്മൾ ഓവറായിട്ട് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുമ്പം ശരിക്കുള്ള നമ്മൾ അവിടെ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഒരാൾ ഇത് കോംപ്രമൈസ് ചെയ്യാന്നുള്ള രീതിയിൽ എത്തിപ്പോവുകയും ചെയ്യും. സ്റ്റാർട്ടിങ്ങിൽ ഓപ്പോസിറ്റുള്ള പാർട്ട്ണർക്ക് ഒരു സാറ്റിസ്ഫൈ ആക്കി കൊടുക്കുക എന്നുള്ള രീതിയിൽ ചില പാർട്ട്നേഴ്സ് ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ലാസ്റ്റ് ഇവരുടെ ആ ഒരു റിയൽ സെൽഫ് ഇല്ലാതായി പോകുന്ന രീതിയിൽ. അപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ, നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്കിത് കുറേയൊക്കെ ഒന്ന് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണല്ലോ അല്ലേ? നല്ലൊരു കമ്മ്യൂണിക്കേഷൻ തന്നെയാണല്ലോ ഏറ്റവും കൂടുതൽ ഒരു ബേസിക് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പം ഞാൻ എന്താണ് എന്നുള്ളത് കറക്റ്റായിട്ട് എൻ്റെ പാർട്ട്ണറിന് പറഞ്ഞു കൊടുക്കുക, അതേപോലെ എൻ്റെ പാർട്ട്ണർ എന്താണ് എന്നുള്ളത് കറക്റ്റായിട്ട് എനിക്ക് മനസ്സിലാവാനും എൻ്റെ ഇമോഷൻസ്, എൻ്റെ ഫീലിങ്സ്, എൻ്റെ തോട്ട്സ്, എല്ലാ കാര്യങ്ങളും ഇഷ്ടങ്ങളായാലും ഇഷ്ടമില്ലാത്തതായാലും തുറന്ന് സംസാരിക്കാനും എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് സംസാരിക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് കുറച്ചും കൂടി ഒരു നല്ല റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമല്ലോ. അപ്പോൾ അതേപോലെ പ്രാധാന്യമുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ അല്ലേ ലൈഫിൽ? അതെ,
ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ നോക്കുകയാണെങ്കിൽ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്കിപ്പോൾ ഈ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ സ്നേഹം പ്രകടിപ്പിക്കുന്ന രീതിയെന്ന്, അത് പലർക്കും മനസ്സിലാവാറില്ല എങ്ങനെയാണ് പ്രകടിപ്പിക്കുക എന്നുള്ളത്. ഇത് റിലേറ്റ് ചെയ്തൊരു സെഷൻ വന്നിട്ടുണ്ടായിരുന്നു ഹേലനിൽ ഈ അടുത്തായിട്ട്. അപ്പോൾ ഒരു ലേഡി ആയിരുന്നു, ആൾ പറഞ്ഞ സെയിം കാര്യമാണ്. ഹസ്ബൻഡിന് എന്നോട് ഭയങ്കര സ്നേഹമാണെന്ന് എനിക്കറിയാം, എനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നുണ്ട്, എന്നെ എപ്പോഴും പുറത്ത് കൊണ്ടുപോകാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ പുറത്ത് പോകും. ഹസ്ബൻഡ് എബ്രോഡാണ്, അപ്പം എബ്രോഡ് പോകാറുണ്ട്, അവിടെ പോയി സ്റ്റേ ചെയ്യാറുണ്ട്. ഇപ്പം നാട്ടിൽ വരുമ്പോഴാണെങ്കിലും ഒരുമിച്ച് പുറത്തൊക്കെ പോകാറുണ്ട്. ഫുഡ് വാങ്ങിച്ചു തരും, ഡ്രസ്സ് വാങ്ങിച്ചു തരും, കുട്ടികളൊക്കെ എല്ലാ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്തു കൊടുക്കും. പക്ഷേ എനിക്ക് കിട്ടേണ്ട കുറേ കാര്യങ്ങളുണ്ട്, എനിക്ക് കിട്ടേണ്ട കുറച്ച് ക്വാളിറ്റി ടൈം ഉണ്ട്. അപ്പം ഞാൻ ഉദ്ദേശിച്ച ഒരു ഹസ്ബൻഡ് അല്ല, ആ രീതിയിലാണ് ആ ഒരു ലേഡി സംസാരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് നോക്കുമ്പോൾ ഹസ്ബൻഡിൽ നിന്നും അവർ എക്സ്പെക്ട് ചെയ്ത സാധനം അവർക്ക് കിട്ടുന്നില്ല. അപ്പം ഇവിടെ നമുക്ക് മനസ്സിലാവുക ഓരോരുത്തരും ലവ് എക്സ്പെക്ട് ചെയ്യുന്നത് ഓരോരോ രീതികളിലാണ്. അതെ. അപ്പം ഹസ്ബൻഡ് ചിലപ്പോൾ പ്രകടിപ്പിക്കുന്നത് ഹസ്ബൻഡിൻ്റേതായിട്ടുള്ള രീതിയിലായിരിക്കും, പക്ഷെ ഈ ലേഡിക്ക് അത് ഫീൽ ചെയ്യുന്നില്ല. അവരുടെ ആ ഒരു രീതിയിലല്ല ഇത് വരുന്നത്, അതുകൊണ്ട് അവർക്കിത് ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല. ഇതിപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ റിലേഷൻഷിപ്പിലൊക്കെ മെയിനായിട്ടൊരു ഇഷ്യൂ ഇതാണ്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ല എങ്ങനെയാണ് ഈ ഒരു സ്നേഹം എക്സ്പ്രസ് ചെയ്യേണ്ടതെന്നൊക്കെ. അത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി സ്മൂത്ത് ആയിരിക്കും നമുക്ക് റിലേഷൻഷിപ്പ് വരുമ്പോൾ. ഇതിപ്പോൾ നമുക്ക് നോക്കുക, എനിക്കിപ്പോൾ ഹിന്ദിയാണ് സംസാരിക്കാൻ അറിയാം, എനിക്കത് കേട്ടാലും ഹിന്ദിയെ മനസ്സിലാവും, പക്ഷേ ഞാൻ പറയാനും എനിക്ക് ഹിന്ദിയെ അറിയൂ. നിങ്ങളുടെ പാർട്ട്ണറാണ്, നിങ്ങൾക്ക് മലയാളം മാത്രമേ അറിയൂ, കേട്ടാലും മലയാളം അറിയൂ, സംസാരിക്കാനും അറിയും. അപ്പം അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല, ബുദ്ധിമുട്ട് വരും. നമ്മൾ എന്താണോ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ചിലപ്പോൾ അവർക്ക് കറക്റ്റായിട്ട് അപ്പം മനസ്സിലാക്കാൻ പറ്റിക്കോളണമെന്നില്ല. ഞാൻ ചിലപ്പോൾ ഹിന്ദിയിൽ നല്ല രീതിയിൽ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവും, പക്ഷേ നിങ്ങൾക്കത് മനസ്സിലാവൂല. കാരണം നമ്മുടെ രണ്ടുപേരുടെയും ലവ് ലാംഗ്വേജ് ഇത് വേറെ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഇഷ്യൂസ് വരും. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലല്ല ആളെന്നെ സ്നേഹിക്കുന്നത്, എനിക്ക് വേണ്ട രീതിയിൽ എന്നെ സ്നേഹിക്കുന്നില്ലെങ്കിൽ ഞാൻ വിചാരിക്കുക എനിക്ക് എന്നോട് സ്നേഹമില്ല എന്നായിരിക്കും. അതാണിപ്പോൾ ഒരുപാട് റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങളായിട്ട് കാണുന്നത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സെഷനിലും അതായിരുന്നു സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അവർ എക്സ്പെക്ട് ചെയ്യുന്നതായിരുന്നില്ല ഹസ്ബൻഡ് കൊടുക്കുന്നുണ്ടായിരുന്നത്, ആ ഒരു ഇഷ്യൂ ആയിരുന്നു. ഇതേപോലെ വേറെയും ഒരുപാട് ഇഷ്യൂസ് കാര്യങ്ങൾ വരുന്നുണ്ടല്ലോ അല്ലേ, ഇതേ സെയിം റീസൺ വെച്ചിട്ട്. അതായത് ഇപ്പോൾ ഒരു ഫൈറ്റ് വരികയാണെങ്കിൽ തന്നെ അത് ഇവർക്കിടയിൽ എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടതെന്ന് അറിയാത്ത ബുദ്ധിമുട്ട് പല കപ്പിൾസിനും കാണാറുണ്ട്. ഒരു വഴക്ക് വരുന്ന സമയത്ത് ഒരു സോറി പറഞ്ഞാലൊക്കെ തോറ്റു പോകുമെന്ന് വിചാരിച്ചിട്ട് ഒക്കെ കൊണ്ടുപോകുന്ന ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ ഒരു ഡിവോഴ്സിലേക്ക് എത്താനൊക്കെ കാരണമാവുന്നുണ്ട്. ഇപ്പോൾ ചെറിയൊരു ഈഗോ പ്രശ്നങ്ങളൊക്കെ അല്ലേ. അതെ അതെ. ഇപ്പോൾ അത് മാത്രമല്ല, ഇപ്പോൾ ചില ആൾക്കാരുണ്ട്, ആൾ ചിലപ്പോൾ വളർന്നു വന്ന രീതിയുടെ പ്രശ്നം കൊണ്ടൊക്കെ ആയിരിക്കാം, ആൾ സംസാരിക്കുന്ന സമയത്ത് ചിലപ്പോൾ പാർട്ട്ണർ ഇത് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവുക സംസാരിക്കാതെ, നമുക്ക് സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് എന്നൊക്കെ പറയാം. അതായത് മിണ്ടാതെ നിൽക്കും, പക്ഷേ ഇത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഇത് എത്രത്തോളം എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് ആൾ ചിന്തിക്കുന്നുണ്ടാവില്ല. അതുപോലെ തന്നെ ഈ ഒരു ഫൈറ്റിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നറിയാണ്ട് ഒരുപാട് ഇഷ്യൂസ് വരാറുണ്ട്. അതിലത്തെ വേറൊരു പോയിന്റ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഒരു കാര്യത്തിനെ പറ്റിയിട്ടാണ് ഇവർ വഴക്ക് കൂടുന്നതെങ്കിൽ പണ്ടത്തെ പാസ്റ്റത്തെ ഓരോ കാര്യം കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഇപ്പം ഒരുപാട് ഡേറ്റ് വെച്ചൊക്കെ ഓർമ്മിച്ച് പറയുന്നൊക്കെ ട്രോളുകളൊക്കെ കാണാറുണ്ട്. ട്രോളല്ല, നമുക്കിപ്പോൾ മറ്റൊരു സെഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആളുടെ ഒരു ക്ലയൻറ്റ് പറഞ്ഞതായിരുന്നു, ആളുടെ ഹസ്ബൻഡായിരുന്നു എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ആൾ കൊടുക്കമേലത്തെ ഓർമ്മയാണ്, ആ മറവി ആക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരാൻ പറ്റുമെന്ന്. കാരണം ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും ദിവസവും ടൈമും വരെ ഓർത്തിട്ട് ആളിത് ഓർത്ത് വെച്ച് എന്നോട് പറയുന്നുണ്ട്. നമ്മൾ ഉള്ളിൽ സൂക്ഷിക്കുന്നത് കാരണമായിട്ട് നമ്മളെ റിലേഷൻഷിപ്പിനെ പിന്നെ നമുക്ക് 100% നമ്മളെ റിലേഷൻഷിപ്പിൽ കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്താനുള്ള ചാൻസ് കാണുന്നുണ്ടല്ലോ അല്ലേ. ഇപ്പോൾ ഇഷ്യൂസൊക്കെ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് അവിടെ സോൾവ് ചെയ്തിട്ട് പിന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ കുറച്ചും കൂടി പ്യുവറായിട്ട് നമുക്ക് ആ റിലേഷൻഷിപ്പിൽ നിൽക്കാൻ സാധിക്കും. അപ്പം അല്ലാതെ ഒരു ഇഷ്യൂ ഉള്ളിലിട്ട് പിന്നെ അത് സോൾവ് ചെയ്യാതെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ ഇഷ്യൂ എന്നും അവിടെ കിടക്കും, അതൊരിക്കലും സോൾവ് ആവുന്നില്ലല്ലോ. പിന്നെ മുന്നോട്ടുള്ള കാര്യങ്ങളെയും ചിലപ്പോൾ അത് ബാധിക്കാനുള്ള ചാൻസ് ഒക്കെ കാണുന്നുണ്ട്. പോരാത്തതിന് വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഈ ഒരു ഫൈറ്റിൻ്റെ ഇടയിൽ പണ്ടത്തെ ഇഷ്യൂസ് എടുത്തിടുമ്പോൾ ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ വിചാരിക്കുക, ഞാൻ ഇത്രയും കാലം ഇത്രയും എഫേർട്ട് എടുത്തിട്ടും ആളതൊന്നും കാര്യമാക്കുന്നില്ല, ഇപ്പോഴും പണ്ടത്തെ മാത്രം വെച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരു പ്രശ്നവും ഈ കപ്പിൾസിൻ്റെ ഇടയിൽ കാണുന്നതാണ്. റിലേഷൻഷിപ്പിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് പോലെ തന്നെയാണ് നല്ല നല്ല കാര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ എത്രയോ ആൾക്കാരുണ്ട് ഭയങ്കര
സ്ട്രഗിൾ ചെയ്ത് ജീവിച്ച് റിലേഷൻഷിപ്പ് ആയതിനു ശേഷം മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് കടന്നിട്ട് അടിപൊളിയായിട്ട് ജീവിക്കും. ഓക്കെ, ഇപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ ചില ആൾക്കാരുടെ വീട്ടിൽ നിന്നൊന്നും അത്ര ഫ്രീഡം കിട്ടാണ്ടായിരിക്കും ഒരു വളർന്നേ ഉണ്ടാവുക. ഓൾക്ക് ചിലപ്പോൾ ഒരു കല്യാണം കഴിഞ്ഞതിന് ശേഷമായിരിക്കും അവർ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഹസ്ബൻഡിന്റെ അടുത്ത് അവർ വിചാരിക്കുന്ന പോലത്തെ ഒരു ഹസ്ബൻഡിനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരുടേതായി നിൽക്കാൻ കുറെ ആഗ്രഹങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ ഒരു റിലേഷൻഷിപ്പിന്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതിന് ഏറ്റവും ബേസ് ആയിട്ട് വേണ്ടത് പരസ്പരം അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് എന്താണ് എനിക്ക് വേണ്ടത് എന്ന് കറക്റ്റായിട്ട് എക്സ്പ്രസ് ചെയ്യും, അയാൾ എന്താണ് എന്നിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുകയും ചെയ്ത് അങ്ങനെ മ്യൂച്വൽ ആയിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകുമ്പോഴാണ് അതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പായിട്ട് മാറുന്നത്. പക്ഷേ അവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ കുറവാണെന്ന് വേണമെങ്കിലും പറയാം. പക്ഷേ ചിലവർക്ക് ഉണ്ടാവും നിങ്ങളെ മനസ്സിൽ എന്താണോ ഉള്ളത് എന്നുള്ളത് അറിഞ്ഞു പെരുമാറണം എന്നുള്ളത്. അവർക്ക് മനസ്സിലാക്കിയാൽ പോരെ, മനസ്സിലാക്കി ചെയ്തു തന്നൂടെ എന്ന് ചോദിക്കും. പക്ഷെങ്കിൽ അതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? നമ്മൾ പറയാതെ നമ്മളെ മനസ്സിലുള്ള ആർക്കെങ്കിലും ഇല്ല. ഇപ്പൊ നമ്മൾ എന്നെ സംസാരിക്കുമ്പോൾ ഞാനിപ്പോ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞാൽ മാത്രമല്ലേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. പക്ഷെങ്കിൽ ഇത് പല കപ്പിൾസിന്റെ ഇടയിലാണ് ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണെങ്കിൽ ഓപ്പോസിറ്റുള്ള ആൾക്കാർക്ക് മനസ്സിലുള്ളത് വായിച്ചെടുക്കാൻ പറ്റുന്നൊക്കെ ഒരു മിത്താണല്ലോ അല്ലെ. ഒരാൾക്കും ഇനിയിപ്പോ ആരെ എടുത്ത് നോക്കിയാലും എനിക്കെന്താണ് എൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് ഞാൻ എക്സ്പ്രസ് ചെയ്താൽ മാത്രമേ അത് ഓപ്പോസിറ്റുള്ള ആൾക്ക് മനസ്സിലാവുള്ളൂ. അല്ലാതെ ഒരിക്കലും മനസ്സ് വായിച്ചെടുക്കാനൊന്നും ഇതുവരെ ആർക്കും പറ്റിയിട്ടില്ല. അപ്പം എനിക്ക് എന്താണ് വേണ്ടത് എന്ന് അയാൾക്കത് മനസ്സിലാവുന്നില്ലെങ്കിൽ ഞാനായിട്ടത് തുറന്ന് പറഞ്ഞാൽ മാത്രമേ ആ കാര്യങ്ങൾ അയാൾക്ക് ചെയ്തു തരാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടിലേക്ക് മാറുമല്ലോ. പക്ഷെങ്കിൽ അത് പലരും ചെയ്യാറില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. എന്നാലും പരസ്പരം ആ ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ കുറയുകയും ചെയ്യും. അവിടെ ഈഗോ വന്ന് കയറും. പിന്നെ ഇവർക്കിടയിലുള്ള സംസാരം കുറഞ്ഞു വരും. ആ സംസാരം കുറഞ്ഞു വരുന്ന തന്നെ പിന്നെ ഡൈവോഴ്സിലോട്ടൊക്കെ എത്തിക്കാനുള്ള ചാൻസും കൂടുതലാണ്. ഡൈവോഴ്സിലേക്കൊക്കെ എത്തിക്കാനുള്ള വേറൊരു റീസൺ മെയിനായിട്ടും മറ്റേ സോഷ്യൽ മീഡിയ വേണമെങ്കിൽ പിന്നെ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആൾക്കാരേക്കും ഇപ്പം എല്ലാ ആൾക്കാരും അപ്പോൾ അതിൽ കാണുന്ന ഓരോ കപ്പിൾ ബ്ലോഗ്, ഫാമിലി ബ്ലോഗൊക്കെ കാണും. അതിൽ അവരേറ്റവും അവരുടെ കപ്പിൾസിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അവർ ആ ഒരു പ്ലാറ്റ്ഫോമിൽ ഇടുന്നുണ്ടാവുള്ളൂ. അത് നമ്മൾ കാണുന്നത് അവരുടെ നല്ല നല്ല മെമ്മറീസ്, അവർ നല്ല നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗിഫ്റ്റ് കൊടുക്കുന്നത്, ഒരുപാട് യാത്ര ചെയ്യുന്നു. അവരുടെ ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊന്നും അവരവിടെ പ്രസൻറ്റ് ചെയ്യുന്നില്ല. അപ്പം നമ്മൾ നോക്കുമ്പം അവർക്ക് ഒക്കെ അങ്ങനെയാണ്, എനിക്ക് മാത്രം ഇങ്ങനെയൊന്നും ഇല്ലല്ലോ. കമ്പാരിസൺ നല്ല രീതിയിൽ കമ്പയർ ചെയ്യുന്നത് ഈ സോഷ്യൽ മീഡിയനെ വേണമെങ്കിൽ നമുക്കൊരു കമ്പാരിസൺ പ്ലാറ്റ്ഫോം എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. കാരണം അവർ പോലെ ആയില്ലല്ലോ ഞാൻ, അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയ തന്നെ വേണമെന്നില്ല. ഇപ്പോൾ ഫ്രണ്ട്സ് ആയിക്കോട്ടെ അല്ലെ ഫാമിലി ആയിക്കോട്ടെ, അവൻ്റെ ഹസ്ബൻഡിനെ പോലെ ആവുന്നില്ല എൻ്റെ ഹസ്ബൻഡ്, അല്ലെങ്കിൽ എൻ്റെ കസിൻസിനൊക്കെ കിട്ടിയ ഹസ്ബൻഡ് പോലെ അല്ല, അല്ലെ അവരുടെ വൈഫിനെ പോലെ അല്ല എൻ്റെ വൈഫ്. അവർക്കൊക്കെ ബ്യൂട്ടിഫുൾ ആണ്, എനിക്ക് അത്ര ഇല്ലല്ലോ. അങ്ങനെ വിചാരിച്ച് ഈ രീതിയിൽ നമ്മൾ സംസാരിക്കുന്നത്, പാർട്ട്ണറോട് സംസാരിക്കുന്നത് ആ റിലേഷൻഷിപ്പ് പിന്നെയും വഷളാക്കാൻ മാത്രമേ ഇതൊരു പ്രശ്നമായിട്ട് പിന്നെ ആ ഒരു പ്രശ്നം വലിയ ഇഷ്യൂസായിട്ട് ഡിവോഴ്സിലേക്കൊക്കെ എത്തുന്നതായിട്ട് കാണാറുണ്ട്. അപ്പം ഒരുപാട് കേസസുകൾ അങ്ങനെ വരാറുണ്ടായിരുന്നു. അവർ സോഷ്യൽ മീഡിയാസാണ് മെയിനായിട്ടും ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ. ഇപ്പോൾ സോഷ്യൽ മീഡിയൻ്റെ നോക്കുകയാണെങ്കിൽ വേറൊന്നാണ് ഇപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ്റെ. ഇപ്പോൾ ഒരു സെഷനിൽ ഒരു ലേഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആളുടെ ഹസ്ബൻഡിനോട് സംസാരിക്കുന്ന സമയത്ത്, ഹസ്ബൻഡ് വർക്ക് കഴിഞ്ഞ് വന്നാൽ ഫോണിലാണ് ഫുൾ ടൈം. അപ്പോൾ ഹസ്ബൻഡിനോട് സംസാരിക്കുന്ന സമയത്ത് ആൾ പറയും നീ പറഞ്ഞു ഞാൻ കേൾക്കുന്നുണ്ട്, എന്നിട്ട് ഫോണിൽ സ്ക്രോൾ ചെയ്തിട്ടിരിക്കും. ആ ഒരു സമയത്ത് ആൾക്കുണ്ടാകുന്ന ആ ഒരു മാനസികാവസ്ഥയായിരുന്നു ആൾ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കേൾക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ കേൾക്കുന്നുണ്ട്, പക്ഷെങ്കിൽ നമുക്കതാണോ ആവശ്യം? അല്ല, നമ്മൾ കേൾക്കുന്ന ഒരാളെ സംസാരിക്കുമ്പം നമ്മൾ സംസാരിക്കുന്ന കാര്യം കറക്റ്റായിട്ട് അയാളടുത്ത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. പിന്നെ അയാൾ പറയുന്ന കാര്യം കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവുകയും ചെയ്യണം. നമ്മൾ അയാൾ കേൾക്കുന്നുണ്ട് നമുക്ക് ഫീൽ ചെയ്യണം. അങ്ങനെ ആണെങ്കിൽ മാത്രമേ ഇതൊരു ക്വാളിറ്റിയിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. ഇനിയിപ്പോൾ മറ്റൊന്ന് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അച്ഛനോ അമ്മയോ ആരോ ഒരാളുടെ രീതി കണ്ട് പഠിച്ചിട്ട് അത് ഇഷ്യൂ ആയിട്ട് വരാറുണ്ട്. അതായത് ഇപ്പോൾ അച്ഛന് അമ്മയോട് വഴക്കിട്ട് പെരുമാറുന്ന രീതി കാണുന്ന കുട്ടിയാണെങ്കിൽ ആ ഒരു രീതിയായിരിക്കും ഈ കുട്ടി ഇയാളുടെ വൈഫിനോടോ അല്ലെങ്കിൽ ഹസ്ബൻഡാണെങ്കിൽ ഹസ്ബൻഡിനോടോ ഒക്കെ കാണിക്കുന്നത് ഈ ഒരു രീതിയിലായിരിക്കും. അതെ അതെ. ഇപ്പോൾ റിലേഷൻഷിപ്പിലേക്കൊന്നും പോകണ്ട, ആ കുട്ടികൾ പഠിക്കുന്ന സമയത്താണെങ്കിൽ പഠനത്തിൽ അവർക്ക് മര്യാദയ്ക്ക് ചിലപ്പം ശ്രദ്ധിക്കാൻ പറ്റുന്നൊന്നുമില്ല. അതേപോലെ തന്നെ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, എപ്പോഴും ബൈക്കും ബഹളമൊക്കെ ആണെങ്കിൽ അവരുടെ
അവരുടെ ആ ബിഹേവിയറിലും ചിലപ്പം പ്രശ്നങ്ങൾ കാണും. അവർക്ക് കൂടുതലായിട്ട് ചില ആൾക്കാരൊക്കെ ഒറ്റയ്ക്ക് ആയി പോവാറുണ്ട്, ഒറ്റയ്ക്ക് മാറിയിരിക്കാറുണ്ട് കുട്ടികൾ. എങ്ങനെ ബാക്കിയുള്ളവരോട് സംസാരിക്കണം എന്നറിയാത്ത പ്രശ്നം. ഇത് പലരും ഇൻട്രോവേർട്സ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തും. പക്ഷെങ്കിൽ ഈ ഒരു കാര്യം കണ്ട് ആരോട് എങ്ങനെ സംസാരിക്കണം എന്നറിയാതെ ഒരു മിണ്ടാണ്ടായി പോകുന്ന കുറച്ച് ആൾക്കാരും ഉണ്ട്. അതെ, പിന്നെ നമ്മൾ കണ്ടു പഠിക്കാന്നൊക്കെ പറയും. പാരൻസ് ഇങ്ങനെ ഷൗട്ട് ചെയ്യുന്നതൊക്കെ കാണുന്ന സമയത്ത് അത് ആക്ട് ഔട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. ഇതാണ് റൈറ്റ് വേ എന്ന് വിചാരിച്ചിട്ട് വേറെയുള്ള പുറമേയുള്ള സ്റ്റുഡൻസിൻ്റെ അടുത്തൊക്കെ സംസാരിക്കുമ്പോൾ ആ ഒരു രീതിയിൽ റൂഡായിട്ട് അല്ലെങ്കിൽ വയലൻ്റ് ആയിട്ട് ഒക്കെ സംസാരിക്കുന്നതും അങ്ങനെ ഒരുപാട് ബിഹേവിയറൽ ഇഷ്യൂസൊക്കെ ഈ ഫാമിലി പാരൻസിൻ്റെ ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന ഇഷ്യൂസ് കാരണമായിട്ടൊക്കെ കുട്ടികൾക്ക് ഉണ്ടാകുന്നുണ്ട്. റിലേഷൻഷിപ്പ് കാരണമായിട്ട് പഠനത്തിൽ ബുദ്ധിമുട്ടാവുന്ന ഒരുപാട് കേസസ് നമ്മൾ ഹെയിലനിൽ തന്നെ വരാറുണ്ട്. പഠനത്തിൽ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാണ് വരിക, പക്ഷെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാണ് വരുന്നത്. അതിൻ്റെ ഉള്ളൊന്ന് ചെകഞ്ഞ് നോക്കിയാലാണ് നമുക്ക് കാണാൻ പറ്റുക എത്ര ഇഷ്യൂസ് ആണ് ഓരോ ഫാമിലീസിലും ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് ഇവരെ എഫക്റ്റ് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളത്. പാരൻസിന് ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അവരെ സംബന്ധിച്ച് അവർ പെർഫെക്റ്റ് പാരൻസ് ആയിരിക്കും, പക്ഷെ അത് കുട്ടിക്ക് അത് ഫീൽ ആവുന്നില്ല. കുട്ടി നല്ല രീതിയിൽ ബുദ്ധിമുട്ടാവുന്നുണ്ട്. പക്ഷെങ്കിൽ നമുക്കിപ്പോൾ ഇവരോട് പറയാനുള്ളതും അവർക്കിടയിലുള്ള ഇഷ്യൂസ് അവർക്കിടയിൽ തന്നെ ഒതുക്കി തീർക്കുക എന്നുള്ളതാണ്. കുട്ടികളുടെ മുന്നിൽ വെച്ചിട്ട് വഴക്കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കുക എന്നുള്ളത്. ഇപ്പോൾ ഡൈവേഴ്സ് ആണെങ്കിലും ഡൈവേഴ്സ് എന്നുള്ളത് അത് അവരുടെ ഒരു ഓപ്ഷനാണ്, അത് അവർക്ക് തിരഞ്ഞെടുക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട്. പക്ഷെങ്കിൽ അത് ചെയ്യുന്നതിന് മുമ്പ് കുട്ടികൾക്ക്, ഇതിപ്പോൾ ചെറിയ കുട്ടികളാണ്, എന്തിനാ അവരോട് ഇതൊക്കെ പറയുന്നത്, ആ ഒരു രീതിയിലല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. അവർക്കും അവരുടേതായ പ്രാധാന്യം കൊടുക്കണം. എന്നിട്ട് അവരോട് പറഞ്ഞു കൊടുക്കുക, ഞങ്ങൾക്ക് ഇങ്ങനെയാണ് ഇഷ്യൂസ് എന്നുള്ള കാര്യങ്ങൾ അവർക്ക് മനസ്സിലാകുന്ന ഭാഷ ഉണ്ടാവില്ലേ, ആ രീതിയിൽ പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് അവരെ കംഫർട്ട് ആക്കുക. ചിലപ്പോൾ അവർ അന്നപ്പം അങ്ങനെ എക്സ്പ്രസ് ചെയ്തോളണമെന്നൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കേണ്ടതെന്ന് അറിയാത്ത കുട്ടികളും ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ ഒന്ന് റെഡി ആയിട്ട് ഇരിക്കണം എന്നൊക്കെ വേണേൽ പറയാം. ചിലപ്പോൾ ഇതൊക്കെ പറഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മാസങ്ങൾക്ക് ശേഷമൊക്കെ അവരിത് റിയാക്ട് ചെയ്ത് തുടങ്ങും. ചിലപ്പോൾ പെട്ടെന്നുള്ള ദേഷ്യമൊക്കെ കുട്ടികൾ കാണാറുണ്ട്. ഒരുപാട് ബിഹേവിയറൽ ഇഷ്യൂസ് ഒക്കെ അങ്ങനെ. അതെ അതെ. അപ്പം നമ്മൾ മനസ്സിലാക്കണം, ആ ടൈമിൽ ഓനൊന്നും പ്രശ്നമില്ലായിരുന്നല്ലോ, ഇപ്പം എന്താ ഓൻ ഇങ്ങനെ കളിക്കുന്നത്, അങ്ങനെ ചോദിക്കുകയല്ല നമ്മൾ. എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് ചിലപ്പം കുട്ടിക്ക് അറിയണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും അവന് ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റാത്തത്. അതെ. പിന്നീട് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഇഷ്യൂ കൊണ്ട് വരുന്ന സോഷ്യൽ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്ന സമയത്ത് ഇപ്പോൾ ഹസ്ബൻഡും വൈഫും ഉള്ള ഇഷ്യൂസ് ആ ടൈമിൽ കുട്ടിക്ക് ഇഷ്യൂ ആയി തോന്നിയിട്ടുണ്ടാവില്ല. പക്ഷെങ്കിൽ പിന്നീട് പുറത്തുനിന്നുള്ള ആൾക്കാർ പുറത്തുനിന്നുള്ള ആൾക്കാർ പറയുന്നത് കാരണമായിട്ട് കുട്ടികൾ ചിലപ്പം വീട്ടിൽ നിന്ന് അത്ര പ്രശ്നം ഉണ്ടാവില്ല, വീട്ടുകാർ സംസാരിച്ച് സോൾവ് ചെയ്ത കേസായിരിക്കും. പക്ഷേ പുറത്തുനിന്നുള്ള ആൾക്കാർ സംസാരിക്കുമ്പം ഇങ്ങനെ ഒരുപാട് കേസസ് ഉണ്ട്. കുട്ടികൾ നിന്റെ ഉപ്പ എന്താ അങ്ങനെ, നിന്റെ മദർ എന്താ അങ്ങനെ സംസാരിച്ച് അവരെ മെന്റലി ടോർച്ചർ ചെയ്യുന്നതായിട്ടൊക്കെ നമ്മൾ ഒരുപാട് കാണാറുണ്ട്. അപ്പം അതിനെക്കുറിച്ചൊക്കെ കുട്ടീനോട് പാരൻസ് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ്, അതായത് ഒരു ക്ലാരിറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഈ ഇഷ്യൂസൊക്കെ ഒന്ന് സോൾവ് ചെയ്യാൻ സാധിക്കും. അതേപോലെ ഇഷ്യൂസ് ഡിവോഴ്സിലേക്കൊക്കെ എത്തുന്നതെന്ന് പറയുമ്പം നമ്മൾ തമ്മിൽ ഒരു ഹസ്ബൻഡും വൈഫും തമ്മിലൊരു ഇഷ്യൂ ഉണ്ടെങ്കിൽ ആ ഇഷ്യൂസ് ഹസ്ബൻഡും വൈഫും തന്നെ സോൾവ് ചെയ്യണമെങ്കിൽ, അതേപോലെ മൂന്നാമതൊരാൾ അതിലേക്ക് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഹസ്ബൻഡിന് വൈഫിനോട് പറയാനുള്ള കാര്യങ്ങൾ വൈഫിനോട് പറയാതെ വേറൊരാൾ ത്രൂ ആണ് നമ്മൾ വൈഫിനോട് പറയുന്നെങ്കിൽ നമ്മൾ കറക്റ്റ് ഉദ്ദേശിക്കുന്ന കാര്യമായിരിക്കില്ല വൈഫിൻ്റെ അടുത്ത് എത്തുക. അയാളുടെ സൈഡും കൂടി നമ്മൾ തേർഡ് പാർട്ടി ആയിട്ട് പറയുന്ന ആൾക്കാർ അയാൾക്ക് എന്താണോ പറയാനുള്ളത് അതുകൂടെ ഈ വൈഫിൻ്റെ അടുത്തെത്തും. അപ്പം അങ്ങനെ ഒരു തേർഡ് പാർട്ടിയുടെ ഓപ്ഷൻ വെക്കാതെ ഡയറക്റ്റായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുകയും കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ കുറേയൊക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതുപോലെ തന്നെ മറ്റൊന്നാണ്, ഇപ്പോൾ ഹസ്ബൻഡിൻ്റെയും വൈഫിൻ്റെയും ഇടയിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് അവർക്കിടയിൽ സംസാരിക്കുക എന്നുള്ളത്. അതായത് ഈ ഒരു പൊതു സ്ഥലത്ത് വെച്ചിട്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ ഹസ്ബൻഡ് ചോദിക്കും എൻ്റെ അമ്മ അല്ലേ അത്, അമ്മൻ്റെ മുന്നിൽ വെച്ച് സംസാരിച്ചാൽ, പക്ഷെ അത് വൈഫിന് വേറൊരാളാണ്. അതെ, അപ്പം ഒരു ബുദ്ധിമുട്ടുണ്ടാവും. പുറമേ ഉള്ള ആൾക്കാരുടെ ഇടയിൽ ഒരു മോശക്കാരി ആവുന്ന ഒരു ഫീൽ ആവും. അപ്പോൾ അത് കാരണമായിട്ടും നല്ല ഇൻസെക്യൂർഡ് ആവാനുള്ള ചാൻസസ് കാണുന്നുണ്ട്. അതെ. ഇനിയിപ്പോൾ ചില ഹസ്ബൻഡ്സ് ഒക്കെ ഉണ്ട്, അതായത് ഹസ്ബൻഡ് മാത്രമല്ല ചില വൈഫുകളുടെ ഇടയിലും കാണാറുണ്ട്, ഈ നമ്മൾ തമാശ രൂപേണ ഓരോ കാര്യങ്ങൾ കുറ്റം പറയാന്നൊക്കെ പറയാ. അതായത് ഇപ്പോൾ ഓൾ ഉണ്ടാക്കുന്ന ചായ ഒരു വഴക്ക് കൊള്ളത്തില്ല, ഫ്രണ്ട്സിന്റെ കൂടെ ഇരിക്കുമ്പോഴാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത്. അല്ലെ ഫ്രണ്ട്സ് വീട്ടിലേക്ക് വന്നാലൊക്കെ ഓൾക്കൊന്നും ഉണ്ടാക്കാൻ അറിയില്ല, ജോക്കാണ് അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷെങ്കിൽ ഇത് വൈഫിനെ എല്ലാവർക്കും അത് ജോക്കായിട്ട് കാണാൻ പറ്റിക്കൊള്ളണമെന്നില്ല, അതിന്റെ ബുദ്ധിമുട്ടുണ്ടാവും. ചിലപ്പം വൈഫിന്റെ മനസ്സിലതുണ്ടാവും എക്സ്പ്രസ് ചെയ്തിട്ടില്ലെങ്കിലും. അതെ. ഇതിപ്പോൾ ഇവർ ചിലപ്പോൾ ഇതുപോലുള്ള പല ഇഷ്യൂസും നോക്കുകയാണെങ്കിൽ ഇതൊന്നും മനസ്സിലുള്ള കാര്യം ഇവർ പുറത്ത് പറയൂല.
ഇത് ഉള്ളിൽ കൊണ്ട് നടന്നിട്ട് ചിലപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്യാത്ത വേറൊരു ഇഷ്യൂനായിരിക്കും വഴക്ക് കൂടുന്നുണ്ടാവുക. എന്നപ്പോൾ ചോദിക്കും ഈ കാര്യത്തിനാണോ ഇനിയിപ്പോൾ വഴക്ക് കൂടിയെന്ന് ചോദിക്കും. പക്ഷെ അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് പ്രശ്നങ്ങൾ വേറെ ഉണ്ട്, പരിഹരിക്കപ്പെടാത്തതായിട്ടുള്ള. പരിഹരിക്കാൻ ഏറ്റവും ഈസി ആണ് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അപ്പം തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്നുള്ളതാണ്. ഇപ്പോൾ ഇന്നൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് നാളേക്ക് വെക്കാതിരിക്കുക. പലരും പറയാൻ നാളെ നമ്മൾ ഉണ്ടോയെന്നെല്ലാം അറിയില്ല, ഒന്നാമത്തെ കാര്യം അതാണ്. പിന്നെ എത്രത്തോളം ലേറ്റ് ആവുന്നോ അത്രത്തോളം കൂടുതൽ ബുദ്ധിമുട്ടാവുകയാണ് ചെയ്യുക. അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്കത് സോൾവ് ചെയ്യാനോ അത് നമുക്ക് റിലേഷൻഷിപ്പിന് അത്രയും നല്ല രീതിയിൽ കൊണ്ടുപോകും. അതായത് ഒരു പകല് നടന്നൊരു പ്രശ്നം ഒരു രാത്രിക്ക് അപ്പുറം നമ്മുടെ പ്രശ്നങ്ങളൊന്നും പോവരുത് എന്ന് പറയാം. അതിന് നമ്മൾ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അവർക്ക് മനസ്സിലാവണം, ഞാൻ അവരെ കേൾക്കുന്നുണ്ട് എന്നോ, അല്ല അയാൾ എന്നോട് സംസാരിക്കുമ്പം ഞാൻ അയാളെ കേൾക്കുന്നുണ്ട് എന്ന് അയാൾക്ക് മനസ്സിലാവണം, ഞാൻ എന്താ ഉദ്ദേശിക്കുന്നതെന്നും അയാൾക്ക് മനസ്സിലാവണം. ആ രീതിയിൽ പ്രോപ്പറായിട്ടുള്ളൊരു നല്ല ഹെൽത്തി കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ ഒരുവിധം പ്രോബ്ലംസ് ഒക്കെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഈ ചെറിയ ചെറിയ ഇഷ്യൂസിൻ്റെ മേലെ നമ്മളൊരു സോറി പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നവുമായിരിക്കും. ഒരു സോറി പറയുന്നത് കൊണ്ടൊന്നും ഒരാളുടെ വാല്യൂ കുറഞ്ഞു പോയില്ല. അതൊരു വീക്ക്നെസ് ഒന്നുമല്ല, ഒരു സ്ട്രെങ്ത്താണ്. നമ്മളൊരു മിസ്റ്റേക്ക് പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മൾ പഠിച്ചെടുക്കാൻ റെഡിയാണ്, അത് അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണ് എന്ന് പറയുന്നതിൻ്റെ ഒരു സൈനാണത്. അപ്പോൾ ഒരു സോറി പറയുമ്പോൾ ഒരാളുടെ വാല്യൂ കൂടാണ് അവിടെ ശരിക്കും ചെയ്യുന്നത്. അന്നപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആക്കും ആളുടെ ഭാഗത്ത് റെസ്പെക്റ്റ് ഉണ്ടാവും. അല്ല, ആളുടെ ഭാഗത്തുനിന്ന് വരുന്ന തെറ്റുകളും തുറന്നു പറയാനുള്ള സ്പേസ് അവിടെ കിട്ടും. അതുപോലെ തന്നെ ബാക്കിയുള്ള കുറേ ഇഷ്യൂസും ആ ഒരു സമയത്ത് നമുക്ക് പറഞ്ഞു തീർക്കാനും സാധിക്കും. ഒരു റിലേഷൻഷിപ്പിൽ പ്രശ്നം ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു മോശമായിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അത് സോൾവ് ചെയ്യാൻ പറ്റാതിരിക്കുമ്പോഴാണ് അതൊരു ബുദ്ധിമുട്ടിലേക്ക് എത്തുന്നത്. ഒരു റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ സ്വയം അത് പരിഹരിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു പ്രൊഫഷണലിൻ്റെ ഹെൽപ്പ് സീക്ക് ചെയ്യാവുന്നതാണ്. അതൊരു മോശം കാര്യമോ അല്ലെങ്കിൽ ആൾക്കാർ അറിഞ്ഞാൽ അതൊരു പ്രശ്നമോ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. തികച്ചും സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ് റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതും സോൾവ് ആവുന്നതും എല്ലാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഹെയിലിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.